അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗോഡ് ഓഫ് തണ്ടറായ തോറിനെയാണ്. ഒരു കാട്ടുപ്രദേശത്ത് നിന്നുകൊണ്ട് തന്റെ ഫാദറായ ഓഡിനോട് ഈ ഒരു യുദ്ധത്തിൽ കൂടെ സർവൈവ് ചെയ്യാൻ തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന തോറിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. താൻ ആരെയാണ് യുദ്ധത്തിൽ നേരിടാൻ പോകുന്നതെന്നും ആ യുദ്ധത്തിൽ താൻ ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലെന്നും തോറിന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യുദ്ധത്തിൽ സർവൈവ് ചെയ്യുക എന്നത് മാത്രമല്ല, തന്റെ മകളായ ലവിനെ പറ്റിയും തോറ് ഓഡിനോട് പറയുന്നുണ്ട്. തോറ് ഇവിടെ പൂർണ്ണമായിട്ടും കരയുന്നില്ലെങ്കിലും തോറിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തോറിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ തനിക്ക് ഏറെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാകാം. തനിക്ക് തിരികെ ലവിന്റെ പക്കലേക്ക് പോകണമെന്നും തോർ ഇവിടെ പറയുന്നുണ്ട്. അതും ഒരു വാരിയർ ആയിട്ടല്ല, ലവിന്റെ ഫാദർ ആയിട്ടെന്ന്. എനിക്ക് തോന്നുന്നത് തോർ തന്റെ പവർഫുൾ വേർഷനായ റൂൺ കിങ് തോർ ആവാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സീൻ ആയിരിക്കാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, തോറിന് റൂൺ കിങ് തോർ ആവണമെങ്കിൽ തനിക്ക് വിലപിടിപ്പുള്ള എന്തും തോറിന് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിപ്പോ തോറിന്റെ കണ്ണാകാം, ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. മേ ബി അവഞ്ചേഴ്സിനോടൊപ്പം തോറും മരണപ്പെട്ടേക്കാം. അങ്ങനെ മരണപ്പെട്ട് വൽഹാലയിലേക്ക് എത്തപ്പെട്ട തോറ് ഗോഡ് എംപറർ ഡൂമിനെ ഇല്ലാതാക്കാൻ റൂൺ കിങ് തോറായിട്ട് തിരികെ എത്തുന്നതായിരിക്കാം നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റൂൺ കിങ് തോറ് സർവ്വജ്ഞാനിയായിരിക്കും. റൂൺ കിങ് തോറിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനേറെ പറയണം, റിയാലിറ്റിയെ വരെ മാറ്റിമറിക്കാൻ റൂൺ കിങ് തോറിന് സാധിക്കും. ഗോഡ് എംപറർ ഡൂമിനോട് പോരാടി അദ്ദേഹത്തെ ഇല്ലാതാക്കണമെങ്കിൽ തോറ് റൂൺ കിങ് തോറായിട്ട് മാറിയാൽ മാത്രമേ സാധിക്കൂ.